Hello friends, welcome to 𝙑𝙗𝙗 സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു TWS ആണ്. അതായത് നമ്മുടെ ബോട്ടിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ പ്രൈം ഡേ സമയത്ത് ലോഞ്ച് ആയി കഴിഞ്ഞാൽ എയർഡോപ്പ് 121 Pro എന്ന് പറഞ്ഞ മോഡലാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇത് ആക്ച്വലി ഒരു 1500 താഴെ അല്ലെങ്കിൽ 1299 പ്രൈസൊക്കെയാണ് വരിക. 1300 1400 റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു നല്ലൊരു TWS വേണമെങ്കിൽ നമുക്ക് പറയാം. അതിൽ നമുക്ക് എന്താ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി പടത്തും തന്നെ കാണാനായിരിക്കും. നമ്മുടെ ഈ കേസുമ്പോൾ തന്നെ നമുക്ക് ബാറ്ററി ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. ബാറ്ററി ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേ വരുന്നുണ്ട്, ബാറ്ററി എത്ര പെർസെൻറ്റേജ് കാണാൻ പറ്റുന്നു. അങ്ങനെയൊക്കെ ഒരു വെറൈറ്റി ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. 10mm ഡ്രൈവറാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് 40 hour ടോട്ടൽ പ്ലേ ബാക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ട്. ഒരു ENX ടെക്നോളജി വരുന്നുണ്ട്. ഇവിടെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് 5 minute ചാർജ് ചെയ്ത് 60 minute ബാക്കപ്പ് കിട്ടുന്നൊക്കെയാണ് കമ്പനി പറയുന്നത്. പിന്നെ IWP ടെക്നോളജി വരുന്നുണ്ട്. അതായത് നമുക്ക് പെട്ടെന്ന് കണക്ട് ആവുന്ന വെച്ചാൽ പിന്നെ ബ്ലൂടൂത്ത് 5.3 ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെ കുറേ പ്രത്യേകത കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇത് അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ അതിൻ്റെ സൗണ്ട് സിഗ്നേച്ചറും അതുപോലെ തന്നെ കോളിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ ലേറ്റസ്റ്റ് ആയത് ഒരു ലോഞ്ച് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ബെസ്റ്റ് ബൈ ലിങ്ക് കിട്ടും. അപ്പോൾ നോക്കാൻ മറക്കണ്ട. പിന്നെ എന്തെങ്കിലും സംശയം എന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ എല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കും ഫോളോ ചെയ്യാൻ മറക്കണ്ട. എല്ലാത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ചെക്കൗട്ട് ചെയ്യാനും ക്ലിക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് വരുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അൺബോക്സിംഗ് പോകാം. അപ്പോൾ നമ്മുടെ ബോട്ടിന് നമ്മുടെ എയർഡോപ്പ് 121 പ്രോൻ്റെ ബോക്സ് നമ്മളിപ്പോൾ കാണുന്നത്. ഇത് ആക്ച്വലി ബ്ലൂ കളറാണ്. നിങ്ങൾക്ക് ഓൾറെഡി പടം കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഡിസ്പ്ലേ വരുന്ന നമ്മുടെ ബാറ്ററി ബാക്ക് തരുന്ന ബാറ്ററി ഇൻഡിക്കേറ്റർ കാണിക്കുന്ന ഡിസ്പ്ലേ നിങ്ങൾക്ക് ഓൾറെഡി പടം കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ബോക്സ് പരിചയപ്പെടാം. അപ്പോൾ എയർഡോപ്പ് 121 Pro എന്ന് മുകളിൽ എഴുതിയിട്ടുണ്ട്. ബോർഡിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്, പടം കൊടുത്തിട്ടുണ്ട്. പിന്നെ 10mm ഡ്രൈവർ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടോട്ടൽ പ്ലേ ടൈം എന്ന് 40 hour എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ENX ടെക്നോളജി ഒരു നോട്ടിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഈ സൈഡിൻ്റെ സ്പെക്സ് ഒന്നുകൂടി ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയുണ്ടെന്ന് ബീസ്റ്റ് മോഡ് ഉണ്ട്, അതായത് നമ്മുടെ ലോ ലേറ്റൻസി മോഡ് ഉണ്ട്, ബാറ്ററി ഇൻഡിക്കേറ്റർ ഉണ്ട്, സ്ക്രീന്, അതുപോലെ തന്നെ 5 minute SAP ചാർജ് ഉണ്ട്, ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്, IWP ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് 5.3 ആണ്, ലേറ്റസ്റ്റ് ബ്ലൂടൂത്ത് ആണ്. IPX4 വാട്ടർ റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്, EC കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിൻ്റെ പടം കൊടുത്തിട്ടുണ്ട് ജസ്റ്റ്. അതുപോലെ തന്നെ അതിൽ നമ്മുടെ എന്താ പറയുക സിറിയും ഗൂഗിൾ അസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ ഇതിന് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലായിട്ട് അതിൻ്റെ ചെറിയൊരു ഓപ്പൺ ആയിട്ടുള്ള പടം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആൻഡ് മാർക്കറ്റഡ് ബൈ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. മെയ്ഡ് ഇൻ ചൈന പ്രൊഡക്റ്റ് തന്നെയാണ്. നമുക്ക് MRP വരുന്നത് 2990 രൂപയാണ് നമുക്ക് ബൈയിങ് പ്രൈസ് വരുന്നത്. അത് നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ഇത് MRP ആണ്. നമുക്ക് ബൈയിങ് പ്രൈസ് നമ്മുടെ എന്തായാലും 1300 താഴേക്ക് റേഞ്ച് വരുന്നുള്ളൂ. 1299 രൂപയാണ് നമുക്ക് പ്രൈസിങ് വരുന്നത്. അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയിട്ട് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്മൾ സീലൊന്ന് പൊട്ടിക്കാൻ, നമ്മൾ സീൽ പൊട്ടിച്ചിട്ടില്ല. എന്താ നിങ്ങൾക്ക് ബോട്ടിൻ്റെ സീൽ ഓൾറെഡി ഇവിടെ കാണുന്നുണ്ടായിരിക്കും. രണ്ട് സീലുണ്ട് കേട്ടോ. താഴെയും മുകളിലും നമുക്ക് സീൽ വരുന്നുണ്ട്. ഇത് ഓപ്പണിംഗ് ആണിത്. നമുക്കിത് ഇതുകൊണ്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മളിതുപോലെ വേറെ ചെയ്തിട്ട് ഇത് ഇങ്ങനെ കട്ടായി പോയി. നമ്മൾ പ്രഷർ ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സാധനം കയറിപ്പോകും കൊണ്ടു. കറക്റ്റ് അതിനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ അപ്പോൾ അത് സാധനം കയറിപ്പോവും. അപ്പോൾ ഇങ്ങനത്തെ ബോക്സിനായിട്ട് നല്ലത് നമുക്കിങ്ങനെ വലിച്ചു കൂറുന്ന ബോക്സ് തന്നെയാണ് നല്ലത്. ഇത് നമ്മുടെ 131 പ്രോൻ്റെ അതേ ഡിസൈനായിട്ടുള്ളൊരു ബോക്സ് തന്നെയാണ്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ പാക്കറ്റ് നമുക്ക് വലിച്ചെടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, ഇതിനുള്ളിൽ വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ നമ്മുടെ സംഭവം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി നമുക്കിത് ഇൻഡിക്കേറ്റർ ഇവിടെ കാണിക്കുന്നുണ്ട്, 1% കാണിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അത് ഒരു സീൽ വെച്ചിട്ടുണ്ടായിരിക്കും. ഇത് ഓൾറെഡി ഇതിൻ്റെ ടോപ്പ് ഡിസൈനൊക്കെ നമ്മുടെ 131 പ്രോൻ്റെ അതേപോലെ തന്നെയാണ്. കണ്ടോ, സെയിമാണ്, കുറച്ചുകൂടി ചെറുതായിന്ന് മാത്രം. അപ്പോൾ എന്തായാലും നമുക്ക് ബോക്സിൽ വേറെ എന്തൊക്കെയുണ്ടെന്ന് നോക്കി നോക്കാം. അവരെ ഒരു ഇഷ്ടം പോലെ ബുക്ക്ലെറ്റ്സും കാര്യങ്ങളൊക്കെ തരുന്ന ആൾക്കാരാണ് ബോട്ട്. അപ്പോൾ ബോട്ടിൻ്റെ ഒരു കൊട്ടക്കണക്കിന് ബുക്ക്ലെറ്റ്സ് ഉണ്ട്. സ്റ്റിക്കേഴ്സ് ഇല്ല, പക്ഷേ അതിൽ അവരുടെ കുറേ അക്സസറീസ് ആയിട്ടുള്ള സംഭവമുണ്ട്. FAQ കാർഡ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, യൂസർ മാനുവലുണ്ട്, 1 year വാറണ്ടി കാർഡ് ഉണ്ട്, സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എടുത്ത് വയ്ക്കാം. പിന്നെ നമുക്കതിൽ ഈ നമ്മുടെ ബോക്സിൽ നമ്മുടെ ഒരു Type-C കേബിൾ അടുത്ത് കാണിച്ചു തരാം. ഒരു ചെറിയ Type-C കേബിളാണ്. പിന്നെ നമുക്ക് എക്സ്ട്രാ ഇയർബഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ഒരു 2 എണ്ണമാണ് നമുക്ക് വന്നേക്കാം. എന്താ എക്സ്ട്രാ ഇയർബഡ്. അപ്പോൾ ഒന്ന് ക്ലിയർ ആവട്ടെ. പിന്നെ നമ്മുടെ ഒരു നോർമൽ നമ്മുടെ ഒരു Type-A to Type-C കേബിളാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും Type-C കേബിൾ ആയതുകൊണ്ട് നമുക്ക് വലിയ ആവശ്യം വരില്ല എന്ന് വിചാരിക്കാം. എന്താ വെച്ചാൽ നമ്മുടെ ചാർജറിങ്ങൊക്കെ ഇപ്പോൾ ഇതാണല്ലോ, പ്രത്യേകിച്ച് നമ്മുടെ പവർ ബാങ്ക് അടക്കം ഇതാണല്ലോ. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ബോക്സും കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് തിരിച്ച് നമുക്കൊന്ന് പാക്ക് ചെയ്യാമെന്നൊരു മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മെയിൻ നമ്മുടെ TWSലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. നല്ല ചെറിയൊരു കുട്ടി സാധനം, ഒരു താഴെയിട്ട് ഇത് അതേ ഡിസൈൻ തന്നെയാണ് കേട്ടോ നമ്മുടെ 131 പ്രോൻ്റെ
എന്താ വെച്ചാൽ താഴെ ഒരു സ്വിച്ച് ഉണ്ടോ അതേപോലെ തന്നെയാണ്. ഒരു പ്രത്യേകിച്ച് പറയാനുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ ഒരു എന്താ പറയുക ഇത് തന്നെയാണ്, ഡിസ്പ്ലേ തന്നെയാണ്. എല്ലാം 69% കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഓപ്പൺ ചെയ്യലും എല്ലാം കൊള്ളാം, കുഴപ്പമില്ലാത്ത ഓപ്പണിങ്, ഒരു ടാക്ടൈൽ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി എന്ന് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ പറയാം. ഒരു ഈ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ടെന്ന് തന്നെ പറയാം. ഒരു ചെറിയൊരു ഹെഫ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല ഉണ്ടോ, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ളൊരു ഇത് തന്നെയാണ്. അത്ര ലോ എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ആവറേജ് എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു മാഗ്നറ്റിക് ഫീൽ ഉണ്ട്. പിന്നെ നമുക്ക് തുറന്നാലൊന്നും പോവില്ല, ഓൾറെഡി ഉള്ളിലും മാഗ്നറ്റുള്ള ടൈപ്പ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിനും ഒരു ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി നമുക്കിത് ഓപ്പൺ പെയറിംഗ് ഉണ്ടോ നമുക്ക് നോക്കി നോക്കാം. എന്തായാലും ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൊബൈൽ എടുത്തിട്ട് നമുക്ക് ബ്ലൂടൂത്ത് ഓൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് ബ്ലൂടൂത്തിൽ നമുക്ക് പെയറിംഗ് വന്നോ നോക്കാം. ബ്ലൂടൂത്ത് പെയറിംഗ് നമുക്കിപ്പോൾ വന്നിട്ടുണ്ട്. ഇതുണ്ട്, നമുക്ക് ലിഡ് ഓപ്പൺ ആകുമ്പോൾ തന്നെ പെയറിംഗ് വരുന്നുണ്ട്. എയർഡോപ്പ് 121 Pro എന്ന് നമുക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് ടാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി പെയറിംഗിലേക്ക് പോകാം. പെയറിംഗ് ഈസി തന്നെയാണ്, നമുക്ക് 100% എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലും നമുക്ക് ഹൈ ഓഡിയോ സപ്പോർട്ട് ഉണ്ട്. അത് ഞാൻ ഓൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിനി ഇത് നമുക്ക് അത്യാവശ്യം ചെറുതായിട്ടൊന്ന് യൂസ് ചെയ്ത് നോക്കി നോക്കാം. ഞാൻ എന്തായാലും അതിന് മുമ്പ് നമുക്ക് പാട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കി നോക്കാം. ഇതിൻ്റെ ഡ്രൈവർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡ്രൈവറാണ്. ഡിസൈൻ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് വെച്ച് നോക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ കംഫർട്ടബിലിറ്റി കാര്യങ്ങളൊക്കെ പറയാം. ഇതിൽ ബീസ്റ്റ് മോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ലോ ലാറ്റൻസി മോഡ് ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗെയിമിങ്ങിലൊന്നും ചെറിയ ഗെയിമിങ്ങിലൊന്നും കുഴപ്പമുണ്ടാവില്ല. ഒരു പ്രൊഫഷണൽ ഗെയിമേഴ്സിനൊന്നും പറ്റില്ല. നിങ്ങൾക്ക് അത് പ്രൊഫഷണൽ ഗെയിമേഴ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും വയർലെസ് എടുക്കുന്നതിന് പകരം വയർഡ് എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പാട്ട് വെച്ച് നോക്കാം. ഞാൻ ഓൾറെഡി നേരത്തെ ഒരു പാട്ട് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. മലയാളം പാട്ട് തന്നെ നമുക്ക് വെച്ച് നോക്കാം. ഒരു ഓക്കെ ക്വാളിറ്റി തന്നെയാണ്. ബാസിൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഹെവി ബാസ് ഒന്നും സംഭവമൊന്നുമില്ല, ഒരു ആവറേജ് തന്നെയല്ല. നമുക്കെന്തായാലും ഞാനൊരു കുറച്ചൊരു അരമണിക്കൂർ യൂസ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ അത്യാവശ്യം ഉപയോഗിച്ച് നോക്കിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു കോളും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി, എല്ലാം ഒരു ആവറേജ് പെർഫോമൻസ് തന്നെ ഉള്ളൂ. നമ്മൾ 131 Proയിൽ പറഞ്ഞ പോലെ തന്നെ അതേ ഒരു സെയിം ഒരു സൗണ്ട് സിഗ്നേച്ചറും കാര്യങ്ങളൊക്കെ പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ് നമുക്കത് കിട്ടുന്നത്. പിന്നെ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് വാങ്ങിക്കാൻ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ പറയാം 121 Pro തന്നെ വാങ്ങിക്കുള്ളൂ. എന്ന് വെച്ചാൽ അതിനൊരു എന്തായാലും ഒരു സ്പെഷ്യൽ ഫീച്ചർ എന്ന് പറഞ്ഞ പോലെ നമുക്കൊരു ബാറ്ററി ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, ഒരു ഡിസ്പ്ലേ വരുന്നുണ്ട്. അത് കുറച്ചും കൂടി കോമ്പാക്റ്റ് ആണ് മച്ചനായിട്ടും. പിന്നെ സൗണ്ട് സിഗ്നേച്ചറും കാര്യമൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പക്ഷേ നമ്മൾ അതിൽ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു പെയറിംഗ് ഇഷ്യൂ ഇതിലും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ഞാൻ എടുത്ത് കാണിച്ചു തരാണെങ്കിൽ ഇത് ഉണ്ട്. ഇപ്പോൾ നമ്മൾ പെയർ ചെയ്തിട്ടില്ല, അപ്പോൾ നമ്മൾ റീസെറ്റ് ചെയ്താണ് കണ്ടോ. ഇത് പെയർ ആവുന്നില്ല. ചില സമയത്ത് ഈ ലെഫ്റ്റ് ഇയറിന് എന്തോ കുഴപ്പമുണ്ട്. അത് എനിക്ക് തോന്നുന്നത് ഇത് എൻ്റെ വന്നെങ്ങനെ മോഡൽ ഈ പീസിന് മാത്രമാണോ എന്ന് എനിക്കറിയില്ല. എന്താ വെച്ചാൽ അങ്ങനെ ഒരു ചില ഇഷ്യൂ ഞാൻ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 5 ടൈം നമ്മൾ യൂസ് ചെയ്തതിൽ 2 ടൈം അങ്ങനെ ഒരു ഇഷ്യൂ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റീസെറ്റ് ചെയ്തപ്പോൾ ശരിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എൻ്റെ ഈ പ്രൊഡക്റ്റിൻ്റെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണോ എന്ന് നമുക്കറിയില്ല, ബാക്കിയുള്ളതിനുണ്ടോ എന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഈ റേഞ്ചിൽ ഒരു 1500 താഴെ റേഞ്ചിൽ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നോക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നമ്മുടെ പ്രൈസ് നമ്മുടെ സൗണ്ട് ക്വാളിറ്റിയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മാത്രം കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഈ ഫീച്ചറും വരുന്നത് കൊണ്ടും ഞാൻ എന്തായാലും 131 Proനെക്കാട്ടും മുകളിൽ ഇതിൻ്റെ റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ചാൽ ഈ റേഞ്ചിൽ നമുക്കൊരു എക്സ്ട്രാ ഫീച്ചർ കൂടി കിട്ടുന്നുണ്ട്. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. നമുക്ക് കുറച്ചും കൂടി കോമ്പാക്റ്റ് ആണ്. ബിൽ ക്വാളിറ്റിയും സംഭവങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്, ഒരു വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ എന്താ പറയുക, ഒരു കേസ് ക്വാളിറ്റിയും ഒക്കെ സെയിം തന്നെയാണ്, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. പിന്നെ കളറ് നമുക്ക് കുറച്ചും കൂടി ഓപ്ഷൻ നമുക്ക് ഈ മോഡലിൽ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് പുതിയൊരു പിന്നെ റിലീസായ ഒരു മോഡലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഒരു കണക്ടിവിറ്റി ഫീച്ചർ നമുക്ക് കുറച്ചും കൂടി ഒരു ഫാസ്റ്റായിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് എന്ന് വെച്ചാൽ ഇത് ഓപ്പൺ ആകുമ്പോൾ അപ്പോൾ തന്നെ കണക്ട് ആവുന്നുണ്ട്. അങ്ങനെ സംഭവങ്ങൾ ഇഷ്യൂ ഒന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ ഗെയിമിൽ ചെറുതായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഗെയിമിങ്ങിനും വലിയ ലാറ്റൻസി ഇഷ്യൂ ഒന്നുമില്ല. പക്ഷേ നിങ്ങളൊരു പ്രൊഫഷണൽ ഗെയിമറാണെങ്കിൽ ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യില്ല. ചുമ്മാ ചില സമയത്തൊക്കെ ഗെയിം കളിക്കുകയാണെങ്കിൽ ഓക്കെയാണ്, കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഒരു ഓവറോൾ നമ്മളൊരു റേറ്റിംഗ് കൊടുക്കാൻ നോക്കുകയാണെങ്കിൽ ഒരു 7.5 റേഞ്ചിൽ നമുക്ക് കൊടുക്കും 10 ഒരു ഓവറോൾ നോക്കുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ എന്തെങ്കിലും സംശയിക്കേണ്ടത് കമൻറ്റ് ചെയ്യാൻ മറക്കണം. നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.